നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. സംസ്ഥാന പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് CPM-ന്റെ മുതിർന്ന നേതാക്കൾ. രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ വിമർശനത്തിന് കാരണമായി പറയുന്നത്. ഒന്ന്, ഇന്നലെ വിജിൻ MLA-ക്ക് നേരെയുണ്ടായ പോലീസിന്റെ മോശമായ പെരുമാറ്റം. മറ്റൊന്ന്, കല്യാശ്ശേരിയിൽ പ്രതിഷേധക്കാരെ മർദ്ദിച്ച DYFI-ക്കാരെ വീട് കയറി അറസ്റ്റ് ചെയ്ത സംഭവം. ഈ രണ്ട് സംഭവത്തിലും വലിയ പ്രതിഷേധം ഉയർത്തി രംഗത്ത് വന്നത് MV ജയരാജനാണ്. EP ജയരാജനും സമാനമായ വിമർശനങ്ങൾ തന്നെയാണ് പോലീസിന് നേരെ ഉയർത്തിയത്. ഈ വിഷയമാണ് ആദ്യം പരിശോധിക്കുന്നത്. നിഷാദ്, അതായത് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് പോലീസിന് മേലൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. ഇവിടെ ഇത്തരം വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം പോലീസിന് മേലെ അത്തരമൊരു അപ്പർ ഹാൻഡ് ഇല്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? പോലീസിനെ സ്വതന്ത്രമാക്കുന്നു ഞങ്ങൾ. പോലീസിന് എന്താ പറയുന്നത്, രാഷ്ട്രീയ ഭാരങ്ങളില്ലാതെ അവരുടെ നീതി നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയാനാണ് പൊതുവെ എല്ലാ ഭരണകൂടങ്ങളും ആഗ്രഹിക്കുന്നത്. പിണറായി വിജയൻ അത് കുറച്ചുകൂടി കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം CPM-ന്റെ ഭരണകാലത്ത് സെൽ ഭരണമാണ് നടക്കുന്നത്. AKG സെൻറ്ററിൽ നിന്നാണ് പോലീസിനെ ഭരിക്കുന്നത്. പാർട്ടി നേതാക്കളാണ് പോലീസിനെ ഭരിക്കുന്നതെന്നുള്ള ആക്ഷേപമുണ്ടെങ്കിൽ ഇത്തവണ ഞങ്ങളതില്ലാതാക്കുകയാണ്. പോലീസ് സ്വതന്ത്രമായി മുന്നോട്ട് പോകുന്നു, സ്വതന്ത്രമായി കേസുകളെടുക്കുന്നു, സ്വതന്ത്രമായി നീതി നടപ്പിലാക്കുന്നു എന്ന് പറയാൻ പിണറായി വിജയൻ അധികമായി ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന ചോദ്യത്തിന് പോലീസിനെ സ്വതന്ത്രമാക്കി എന്ന് പറയാനും അത് എഴുതി വയ്ക്കാനും മടിയില്ലാത്ത ആളായി പിണറായി വിജയൻ മാറുന്നുണ്ട്. അപ്പോൾ ഇത് CPM-നകത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. CPM-ൻ്റെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നിങ്ങൾ എടുത്തു നോക്കിയാൽ ആ സംസ്ഥാന സമ്മേളനത്തിലെ ജില്ലാ സമ്മേളനങ്ങളിൽ കടന്നു വന്നതെല്ലാം പോലീസ് അതിൻ്റെ തോന്നുംപടിയാണ് പ്രവർത്തിക്കുന്നത്, അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന താഴെത്തട്ടിലത്തെ വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സംസ്ഥാന സമ്മേളനം പൂർത്തിയാക്കിയത്. പിണറായി വിജയനെ സംരക്ഷിക്കുക എന്നതാണ് പോലീസിൻ്റെ പ്രധാന പണി. എന്ന് വെച്ചാൽ പിണറായി വിജയന് ഞങ്ങളിങ്ങനെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പിണറായി വിജയനെതിരെ ആരെങ്കിലും മിണ്ടിയ കേസ്, പിണറായി വിജയനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്ത കേസ്, പിണറായി വിജയനെ സംരക്ഷിക്കുക, പിണറായി വിജയനെ പ്ലീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ഭംഗിയായി ചെയ്യുന്നു, അത് ഏറ്റവും ഭംഗിയായും അധികമായും ചെയ്യുന്നുണ്ട്. അതേസമയം അപ്പുറത്ത് എന്താ വെച്ചാൽ CPM-അവരോട് ആ പരിഗണന ഒന്നും പോലീസിനില്ല. CPM-ൻ്റെ ഒരു പ്രാദേശിക നേതാവ് പോയി പറഞ്ഞാൽ പോലീസ് കേൾക്കില്ല, ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ പോലും പോലീസ് കേൾക്കുമോ എന്ന കാര്യം സംശയമാണ്. എന്ന് വെച്ചാൽ ഒരു പാർട്ടി, ആ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആ പാർട്ടിയുടെ അണികളായിട്ടുള്ള അതിൻ്റെ കേഡർമാരായിട്ടുള്ള അതിൻ്റെ സംവിധാനമാണല്ലോ. അവർക്ക് ഈ പോലീസിനകത്ത് ഒരു റോളുമില്ല എന്ന നിരാശ, ഫ്രസ്ട്രേഷൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ആ പാർട്ടിക്കകത്തുണ്ട്. നമ്മൾ അതിൻ്റെ പൊട്ടിത്തെറികളാണ് ഈ കാണുന്നത്. ചാലക്കുടിയിൽ SFI-ക്കാരും പോലീസും തമ്മിൽ പ്രശ്നമുണ്ടായി. SFI-ക്കാരുടെ പഠനത്തിനകത്ത് ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് പോലീസ് സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞ അവിടെ ഗുരുതരം വലിയ തല്ലുംപിടി ഉണ്ടായി, പോലീസിൻ്റെ വണ്ടി അടിച്ച് തകർക്കുന്ന കണ്ടു. അതിനുശേഷം വന്നിട്ടുള്ള ഹസൻ മുബാറക്ക് എന്ന് പറഞ്ഞ SFI നേതാവ് ഞങ്ങൾ തെരുവ് പട്ടിയെ പോലെ SIയെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അത് സാധാരണ നിലയ്ക്ക് പാർട്ടി ഭരിക്കുമ്പോൾ പോലീസിനോട് അങ്ങനെ പറയേണ്ട കാര്യം വരുന്നില്ല, പോലീസിനെ അത്ര നിശിതമായി വിമർശിക്കേണ്ടി വരില്ല. സാറിന് പ്രതിപക്ഷമൊക്കെയാണ് പറയുക പോലീസ് ഭരണകൂടത്തിൻ്റെ മർദ്ദക ഉപകരണമായിട്ട് ഞങ്ങളെ വേട്ടയാടുന്നു, ഞങ്ങൾ പോലീസിനെ കൈകാര്യം ചെയ്യുന്നൊക്കെ. SFI നേതാക്കൾക്കും DYFI-ക്കാർക്കും പോലീസുകാർക്കും പറയേണ്ടി വരികയാണ് ഞങ്ങൾ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത്. എന്താണ് അത്? ആ ഫ്രസ്ട്രേഷൻ പൊട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ എന്താ, ഞങ്ങളുടെ സർക്കാരിന് കീഴിൽ ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല പോലീസിനകത്ത് എന്ന് പറയുന്ന നിരാശയുണ്ടല്ലോ, അതാ കാണുന്നത്. അത് വസ്തുതയാണെന്ന് നമുക്ക് തോന്നുന്നത് വിജിനെ കാണുമ്പോഴാണ്. വിജിൻ അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിൽ അഗ്രസീവായിട്ടുള്ള സ്വഭാവമുള്ള ഒരു MLA അല്ല അയാൾ. അയാൾ ഒരു പരിപാടിയിൽ ഒരു സാധാരണ സമരത്തിനകത്ത് സംസാരിക്കുമ്പോൾ അയാളുടെ എന്താ പറയുക മൈക്ക് പിടിച്ച് വാങ്ങിക്കുകയാണ് പോലീസ്. ഒരു ഭരണപക്ഷ MLA-യുടെ, ഭരണപക്ഷം പോട്ടെ, ഒരു ജനപ്രതിനിധി ഒരു സാധാരണ കോസിന്, ഒരു ന്യായമായ ജെന്യുവിനായ ഒരു കോസിന് വേണ്ടിയുള്ള സമരത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്ന ജനപ്രതിനിധിയുടെ പോലീസ് മൈക്ക് ഒരു SI വന്ന് പിടിച്ചു വാങ്ങിക്കുക. അതിനുശേഷം ആ ജനപ്രതിനിധിയോട് വന്നിട്ട് നിങ്ങളുടെ പേര് പറ, കേസെടുക്കട്ടെ എന്ന് ഒരു വനിതാ കോൺസ്റ്റബിൾ പറയുക. അപ്പോൾ ഇവർക്ക് എന്തുമാത്രം ഉണ്ട് ആക്സസ്, ഇവർക്ക് എന്തുമാത്രം ഉണ്ട് സ്വാധീനം എന്നത് നമ്മൾ കാണുകയാണ്. ഈ സർക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അത് ആഭ്യന്തരമായി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ ഇവിടെ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും താഴെത്തട്ടിലുള്ള കോമ്രേഡ്സിനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ, ഈ ഭരണത്തിൻ്റെ ഗുണഫലങ്ങൾ കോമ്രേഡ്സിന് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിൽ, അല്ലെങ്കിൽ അവർക്ക് ഇത് ഞങ്ങളുടെ സർക്കാരാണെന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്നതിൽ ഗവൺമെൻറ് പരാജയപ്പെടുന്നുണ്ട്. നമ്മൾ കാണുന്നത് EP ജയരാജൻ വിമർശിക്കുന്നു പോലീസിനെ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി വിമർശിക്കുന്നു പോലീസിനെ. നിങ്ങൾ ഇതേ കാര്യം പിണറായി വിജയനോട് ചോദിച്ചു നോക്ക്, പിണറായി വിജയൻ പോലീസിനെ ജസ്റ്റിഫൈ ചെയ്യും. SFI-യുടെ ഒരു സംസ്ഥാന നേതാവിനെതിരെ വധശ്രമ ഗൂഢാലോചന കേസെടുത്ത് പുലർച്ചെ അവരെ വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കൊണ്ടുപോയി കേസെടുത്തു, ഗുരുതരമായ കേസിലിട്ടിരിക്കുകയാണ്. CPM SFI എല്ലാം അതിനെ എതിർത്തു. നിങ്ങൾ പിണറായി വിജയനോട് ചോദിച്ചു നോക്ക്, പിണറായി വിജയൻ പറയും പോലീസ് സാധാരണ നിലയ്ക്ക് തെറ്റ് ചെയ്യാറില്ല.
ഡിവൈഎഫ്ഐ നേതാവിനെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കുമെന്ന് പറയും. കാരണം അദ്ദേഹം സ്വന്തം പാർട്ടിയേക്കാളും സ്വന്തം കോമ്രേഡ്സിൻ്റെ വികാരത്തെക്കാളും അദ്ദേഹം ഇപ്പോൾ മാനിക്കുകയും എന്താ പറയുന്നത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഈ പറയുന്ന പോലീസിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടാണ്. കാരണം എന്താണ്, പോലീസ് അദ്ദേഹത്തെ ഇങ്ങനെ സുഖിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് പറഞ്ഞു അദ്ദേഹത്തിന് സഞ്ചരിക്കുന്ന ഒരു ഓഫീസ് റൂം വേണം. അദ്ദേഹം സഞ്ചരിക്കുന്ന പാതയിൽ ആരെങ്കിലും കരിങ്കുടി കാണിച്ചാൽ അവരെല്ലാം തല്ലി ഒതുക്കുക. അപ്പോൾ പിണറായി വിജയൻ്റെ ജീവൻ എന്തോ ത്രെട്ടുണ്ടെന്നും അത് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ സദാ ജാഗരൂകരായിരുന്ന് ഞങ്ങൾ സംരക്ഷിക്കുകയാണെന്നൊരു ഫീൽ പിണറായി വിജയൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഈ എന്താ പറയുക, മാധ്യമപ്രവർത്തകർക്കെതിരെ അടക്കം കേസെടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സാധനം പിണറായി വിജയനെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഗുരുതരാക്ഷേപം വരും, മരുമകനെതിരെ വരും, കടുത്ത വർഗീയ ആക്ഷേപങ്ങൾ വരും, ഗുരുതരമായ തോതിലുള്ള വിഭജനാശയങ്ങൾ പരത്തുന്നവർക്കെതിരെ പരാതികൾ വരും. ഇതിലൊന്നും കേസെടുക്കില്ല. അത് പോലീസിന് എടുക്കേണ്ടതാണെന്നതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് ഇതൊരു നിരാശയുടെ CPM-നകത്ത് എത്രയോ കാലമായി ഒരു 6-7 വർഷമായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ഒരു നിരാശയുടെ പ്രകടനമാണ് ഈ കാണുന്നത്. അത് CPM-നെ പോലെ പാർട്ടിക്ക് നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇങ്ങനെ നീതിയുടെ തുലാസിൽ നോക്കുമ്പോൾ പോലീസ് സ്വതന്ത്രമായിരിക്കണം എന്നൊക്കെ തോന്നും. പോലീസ് അങ്ങനെ സ്വതന്ത്രമാക്കപ്പെടേണ്ട ഒരു സംവിധാനമല്ല. അങ്ങനെ പൂർണ്ണമായും പോലീസ് സ്വതന്ത്രമായി പോയാൽ പോലീസും അവരുടെ തോന്നുംപടിയായിരിക്കും പെരുമാറുക. പോലീസിന് മേലൊരു പൊളിറ്റിക്കൽ മോണിറ്ററിംഗ് ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരിന് നയമല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ എന്താ പറയുന്നത് പശ്ചാത്താപം പറയേണ്ടി വരുന്നത്? ഇടതുപക്ഷ സർക്കാരിന് നയം എന്താണെന്നതിനെ പഠിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ മുകളിൽ തട്ടിൽ മുതലല്ല, ഏറ്റവും താഴെ തട്ടിലുള്ള പാർട്ടി മിഷണറി അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. അതിനിവിടെ ഒരു സ്പേസും ഇല്ല. പോലീസിന് തോന്നുമ്പടി പോവാണ്. പോലീസ് വളരെ കൊളോണിയൽ സ്വഭാവമുള്ള ഒരു സംഗതിയാണ്. അതിന് പലതരത്തിലുള്ള ചില പൊല്യൂഷൻസ് അതിനകത്തുണ്ട്. അതിനെ ജനങ്ങൾ മോണിറ്റർ ചെയ്യുക, ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള പാർട്ടികൾ മോണിറ്റർ ചെയ്യുക. അതിവിടെ നടക്കുന്നില്ല. പോലീസിനെ സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞൊരു വിപത്തിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനോടുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഈ കാണുന്നത് തോന്നുന്നു. ഇത് ആ പാർട്ടിക്കകത്ത് പലതരം ചർച്ചകൾക്ക് സ്വാഭാവികമായും തുടക്കം കുറിക്കുകയും അത് ആ നിലയ്ക്കുള്ള ഡെവലപ്മെൻറ്റ്സിലേക്ക് പോകാനും സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിണറായി വിജയൻ്റെ പോലീസും MV ഗോവിന്ദൻ്റെ പാർട്ടിയും എന്ന നിലയ്ക്കൊരു ഡിവിഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ പാർട്ടി പരിഹരിക്കുക എന്ന് കാണണം. അജിംസ്, അതായത് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഭരണപക്ഷം പോലീസിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പാർട്ടി ഭരിക്കുന്ന കാലത്താണ്. അതായത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് വളരെ നിഷ്പക്ഷവും നീതിപൂർവമായി സംസ്ഥാനം ഭരിക്കുന്നു എന്നാണോ? 2001 AK ആന്റണി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹമാണ് ആദ്യം പ്രഖ്യാപിച്ചത് ഈ രാഷ്ട്രീയ ഇടപെടലില്ലാതെ പോലീസിനെ സ്വതന്ത്രവും നിഷ്പക്ഷവുമാക്കണം. അങ്ങനെ ആക്കും എൻ്റെ സർക്കാർ എന്ന് ആന്റണിയാണ് പറയുന്നത്. അത് അതിരൂക്ഷമായ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയർന്നുവരികയുണ്ടായി. പ്രധാനമായ ആ വിമർശനം എടുത്തത് CPM ആണെന്ന് പ്രതിപക്ഷത്തിനാണ്. CPM പറഞ്ഞു അങ്ങനെ പോലീസിനെ കയറൂരി വിടുന്നത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനത്തിന് ഗുണകരമല്ല എന്നാണ് പറഞ്ഞത്. അത് ആന്റണി ആ കാലത്ത് നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് പൊതുപ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ ആക്സസ് ഇല്ല എന്നുള്ളതായിരുന്നു. അതിനുശേഷം അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. മറ്റു പല കാരണങ്ങളാലും രാജിവെക്കേണ്ടി വന്നു. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ ആ നയം തിരുത്തി. പിന്നീട് നമ്മൾ കാണുന്നത് VS സർക്കാർ വരുവാണ്. VS സർക്കാർ വരുമ്പോൾ കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രി. അപ്പോൾ എന്തൊക്കെ പോരായ്മകൾ ആ സർക്കാരിനെതിരെ VS അച്യുതാനന്ദൻ സർക്കാരിനെതിരെ എന്തൊക്കെ പോരായ്മകൾ പറഞ്ഞാലും ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരികയും പോലീസ് സേനയെ ജനകീയമാക്കാൻ ശ്രമിക്കുകയും ചെയ്തൊരു ആഭ്യന്തരമന്ത്രിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കാലത്ത് ആഭ്യന്തര വകുപ്പിൽ നിന്നൊരു പിഴവുണ്ടായിട്ടില്ല എന്നല്ല, വിമർശിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ജനമൈത്രി പോലീസിംഗ് എന്ന് പറയുന്ന ഒരു ആശയം വളരെ നന്നായിട്ട് നടപ്പാക്കുന്നുണ്ട്. അത് തുടർന്നു പോന്നു. VS സർക്കാരിൻ്റെ കാലവും കഴിഞ്ഞ് പിന്നീട് ഉമ്മൻചാണ്ടി ഭരണത്തിലും ആ ഒരു ജനമൈത്രി പോലീസ് സംവിധാനം തുറന്നു പോന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണ്. അതായത് ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആക്സസബിൾ ആയിട്ടുള്ള, ജനങ്ങൾക്ക് പരാതി പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന, ജനഹിതത്തിനനുസരിച്ച് പെരുമാറുന്ന പോലീസ്. അതാണ് ശരിക്കും നിഷ്പക്ഷമായ പോലീസ്. അങ്ങനെയാണ് പോലീസ് സേന വേണ്ടത്. പക്ഷേ പിന്നീട് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാണ്. അതുവരെയുള്ള ഒരു പോലീസിംഗ് അല്ല പിന്നുള്ളതായിരുന്നു. പോലീസ് സേനയുടെ തലപ്പത്ത് ഉപദേഷ്ടാവായിട്ട് രമൺ ശ്രീവാസ്തവ എന്ന കുപ്രസിദ്ധനായ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അതിൻ്റെ രാഷ്ട്രീയ കാരണം, അങ്ങനെ നിയമിക്കാനുള്ള രാഷ്ട്രീയ കാരണം എന്താണെന്നുള്ള ചോദ്യത്തിന് പാർട്ടി പ്രവർത്തകർക്കോ പാർട്ടി നേതാക്കൾക്കോ മുഖ്യമന്ത്രിക്ക് തന്നെയോ ആർക്കും മറുപടി ഇല്ലാണ്ടാവുന്നു. എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ഒരാൾ ഉപദേശകനാക്കി വയ്ക്കാം. ഓക്കെ, എന്തുകൊണ്ട് രമൺ ശ്രീവാസ്തവ? കാരണം രമൺ ശ്രീവാസ്തവയ്ക്ക് കേരളത്തിൽ ട്രാക്ക് റെക്കോർഡുണ്ട്. എന്തുകൊണ്ട് അയാളെ നിയമിക്കുന്നു? അതിനൊരു മറുപടി ഇല്ലാത്ത ഒരു സർക്കാർ. അയാൾ അവസാനം ആ സ്ഥാനത്ത് നിന്ന് അടുത്ത സർക്കാരിൻ്റെ കാലത്ത് മാറുന്നത് വരെ അയാൾ ആ സ്ഥാനത്ത് തുടരുന്നു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അതിരൂക്ഷമായ വിമർശനം പോലീസ് സേനയ്ക്കെതിരെ ഉയർന്നുണ്ടായി. ഒരുപാട് കാരണങ്ങളാൽ, പല കാരണങ്ങളാൽ. ഇപ്പോൾ മാവോയിസ്റ്റ് വേട്ട മുതൽ കസ്റ്റഡി കൊലപാതകങ്ങൾ വരെ. കസ്റ്റഡി കൊലപാതകങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ആ സമയം. അപ്പോഴൊന്നും മറുപടി പറയാൻ കഴിയാതെ പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതൃത്വവും, മുഖ്യമന്ത്രിയാകട്ടെ പോലീസ് സേനയുടെ
ആത്മവീര്യം ചോർത്തുന്ന നടപടി ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് ഒരൊറ്റ വാക്കിൽ മറുപടി നൽകി ഒഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ രമൺ ശ്രീവാസ്തവ ഇല്ല, ഉപദേശകനില്ല. പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്താണ്? പി ശശിയാണ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നു. ശരിക്കും പി ശശിക്ക് തന്നെ നിയന്ത്രണം ഉണ്ടെന്ന് സംശയമാണ് നമുക്ക്. ഈ LDF സർക്കാരിൻ്റെ രാഷ്ട്രീയ നയമല്ല പോലീസ് നടപ്പാക്കുന്നതെന്ന് പറയുമ്പോൾ കുറഞ്ഞ പക്ഷം പി ശശി പറയുന്നതെങ്കിലും കേൾക്കണമല്ലോ പോലീസ്. അങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അത് നടക്കുന്നില്ല എന്ന് മാത്രമല്ല, താഴെ തട്ടിൽ പൊതുപ്രവർത്തകർക്ക്, CPM കേഡേഴ്സിന് മാത്രമല്ല, സൽഭരണം ആക്കി വിടുക, പൊതുപ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യം ബോധിപ്പിക്കാനോ ആ പ്രശ്നം ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയാനോ സാധിക്കാത്ത വിധം പോലീസിനെ സ്വതന്ത്രമാക്കി വിട്ടിരിക്കുകയാണ്. അങ്ങനെ സ്വതന്ത്രമാക്കി വിടുന്നത് ഒരു വേട്ടപ്പട്ടിയെ തുടലഴിച്ചു വിടുന്നതിന് തുല്യമാണ്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രോഷമാണ് MV ജയരാജൻ ഇന്ന് പ്രസംഗത്തിൽ പ്രകടിപ്പിച്ചത്. അതിൽ തെറ്റ് ശരിയൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ജയരാജൻ പറഞ്ഞ പ്രസംഗത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പറയുന്ന പഴയങ്ങാടിയിലെ രക്ഷാപ്രവർത്തനം ഉണ്ടല്ലോ, ആ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വന്നത് പോലീസ് വേണ്ട വിധം ഇടപെടാത്തതുകൊണ്ടാണ് നാട്ടുകാർ ഇടപെട്ടതെന്നാണ് ജയരാജൻ്റെ വിമർശനം. അത് വേറെ കാര്യം, അതിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ അഴിച്ചുവിടാവുന്ന ഒന്നല്ല പോലീസ് സേന എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിഷാദ് പറഞ്ഞ പോലെ M വിജിൻ എന്ന് പറഞ്ഞാൽ CPM-ലെ വളരെ സൗമ്യനായ ഒരു യുവ നേതാവാണ്. അദ്ദേഹം ചാനൽ ചർച്ചകൾക്ക് മുമ്പ് വന്നിരുന്നതാണ്. ഒരിക്കൽ പോലും ആക്രോശിക്കുകയില്ല, എതിരാളികളുടെ അടുത്ത് ഒരു മോശം വാക്ക് പറയുകയോ ആക്രോശിക്കുകയോ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടേതായ ഒരു പ്രതികരണമില്ലാത്ത ഒരു മനുഷ്യനാണ് M വിജിൻ. ഈ വിജിൻ്റെ അടുത്ത് നിന്ന് ആ മൈക്ക് തട്ടിപ്പറിക്കുന്നത് ഈ പറയുന്ന തുടലഴിച്ചു വിട്ട വേട്ടപ്പട്ടിയുടെ സ്വഭാവമാണ്. കാരണം അതിന് രണ്ട് പ്രശ്നമുണ്ട്. രണ്ട് പ്രശ്നം അതിൽ ചൂണ്ടിക്കാട്ടാൻ. ഒന്ന്, വിജിൻ ആരാണെന്ന് അറിയാതെയാണ് അയാൾ അത് ചെയ്തതെങ്കിൽ, ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചിട്ടുണ്ടാവുക നഴ്സസ് അസോസിയേഷൻ്റെ ഏതോ ജാസ്മിൻ ഷായ ആയിരിക്കും വിജിൻ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അത് കൂടുതൽ അപകടമാണ്. തൻ്റെ ജില്ലയിലെ ഒരു MLA യുടെ പ്രോട്ടോകോൾ പ്രകാരം അയാൾ ചീഫ് സെക്രട്ടറിയുടെ റാങ്കുള്ളതാണ് MLA. ഇയാളൊരു ഉദ്യോഗസ്ഥനാണല്ലോ. പ്രോട്ടോകോൾ പ്രകാരം ചീഫ് സെക്രട്ടറിയുടെ റാങ്കിലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിക്കുകയാണ് ആര്? ESI. അവിടെ വല്ല ക്രമസമാധാന പ്രശ്നമുണ്ടോ? ആ സമരക്കാരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ? അവരവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. അവരെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്ന ചീഫ് സെക്രട്ടറിയുടെ റാങ്കിലുള്ള ഒരു MLA, ഒരു ജനപ്രതിനിധിയുടെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇയാളെ അറിയാതെയാണെങ്കിൽ അത് കൂടുതൽ അപകടമാണല്ലോ. സ്വന്തം ജില്ലയിലെ ഒരു MLA അറിയാത്ത ഒരു SI അവിടെ ഉണ്ട് എന്നുള്ളതൊരു പ്രശ്നമാണ്. മറ്റൊന്ന്, ഒരു പോലീസുകാരി വന്നിട്ട് എന്താ പേരെന്ന് ചോദിക്കുന്നു. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരിക്കൽ പോലും വിജിന് ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പോയി ഒരു കാര്യം പറയേണ്ടി വരുന്നില്ല, പോലീസുകാരായിട്ട് ഇടപെടേണ്ടി വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ പൊതുപ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റി നിർത്തുന്ന നയം ആണ് കാരണം. കാരണം ഇവർക്കറിയില്ല ഇതാരാണെന്നുള്ളത്. നാളെ ചിലപ്പോൾ ഏതെങ്കിലും മന്ത്രി എടുത്ത് പോയിട്ട് ഈ പോലീസുകാരിയോ ആ പോലീസുകാരനോ ചോദിക്കും സാറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇത് അപകടമാണെന്നാണ് പറയുന്നത്. ഇത് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്, CPM മനസ്സിലാക്കിയിട്ടുണ്ടാവും, പ്രതിപക്ഷം പല ഘട്ടങ്ങളിലും ഉന്നയിക്കുന്നുണ്ട്. ഇത് പിണറായി വിജയൻ്റെ അടുത്ത് ആര് പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ളതാണ് ചലഞ്ച്. ശരി.